കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരിയെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ ശരണ്യയ്ക്ക് ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതി. കുഞ്ഞുങ്ങളോടുള്ള അമ്മയുടെ സ്നേഹം അനന്തമായിരിക്കണമെന്ന് കോടതി ഈ വിധി പ്രസ്താവിച്ചുകൊണ്ട് നിരീക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ സന്തോഷ് എം പ്രോസിക്യൂഷൻ്റെ Yesterday argued it's not a rare case. She is from a poor background. She was aged just 22 at the time of alleged commission of offence. Now she is just aged only 27. She is working, and after getting released from on bail from the High Court, she was working. She never committed any offence, and there is no allegation in this regard also. പ്രതിയുടെ അഭിഭാഷകനാണെന്ന് തോന്നുന്നു. എന്തായാലും പ്രതിക്ക് ഇത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലം നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് ഒക്കെ ആവശ്യപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചാണ് അഭിഭാഷകൻ വിശദീകരിച്ചത്. എന്തായാലും സന്തോഷ് എം വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷം, അതായത് സുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസാണിത്. ഇതിലാണിപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശരണ്യയ്ക്ക് ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴയും. എന്തൊക്കെ കോടതി വിധിയുടെ വിശദാംശങ്ങൾ? സന്തോഷ്, ഏത് സാഹചര്യത്തിലായിരുന്നു കൊലപ്പെടുത്തിയത്? സുഹൃത്തിനൊപ്പം പോകാൻ വേണ്ടി കുഞ്ഞ് തടസ്സമാണ് എന്നതിൻ്റെ പേരിലായിരുന്നു കൊലപ്പെടുത്തിയത്. എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി പറഞ്ഞത്? അടക്കം സമഗ്രമായ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, 2020 ഫെബ്രുവരി 17 പുലർച്ചെ 3 മണിക്കായിരുന്നു കണ്ണൂർ തയ്യിൽ കടപ്പുറത്തെ ശരണ്യ 1.5 വയസ്സുള്ള മകനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുന്നത്. ഈ ആദ്യം കുഞ്ഞിനെ എറിഞ്ഞ് കടലിലേക്ക് എറിഞ്ഞു. കുഞ്ഞ് മരിക്കാത്തത് കൊണ്ട് വീണ്ടും എടുത്ത് ശ്വാസം മുട്ടിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയതിന് ശേഷം കടലിൽ എറിയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. പോലീസിന്റെ ആ സമയത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് സുഹൃത്തിനൊപ്പം പോകുന്നതിനായി ഈ ശരണ്യ ഈ കൃത്യം ചെയ്തു എന്നുള്ളതായിരുന്നു. സുഹൃത്തിനും ഈ കേസിൽ കൊലപാതക പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. പക്ഷെ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഈ കേസ് അതിന്റെ വാദം നടന്ന് അതിനുശേഷം വിധി പറഞ്ഞപ്പോൾ ഈ സുഹൃത്തിനെ കോടതി വെറുതെ വിടുകയായിരുന്നു. ശരണ്യയെ മാത്രമാണ് കോടതി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്നത്. ശരണ്യക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ പിഴത്തുക ഈ കുഞ്ഞിന്റെ അച്ഛന് നൽകണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. പിഴയൊടുക്കിയില്ലെങ്കിൽ അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി പറഞ്ഞു. ഈ കോടതി ഈ കേസിന്റെ ഈ ശിക്ഷാവിധി പറയവേ ഈ അമ്മമാരുടെ കുഞ്ഞിനെ കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചുകൊണ്ടാണ് ഈ വിധി പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാക്കൂട്ടം കേസിൽ അത് അതിജീവിത പറഞ്ഞ വാക്കുകൾ, ആ ഒരു വരി കൂടി ഈ വിധിപ്പകർപ്പിൽ ജഡ്ജി പരാമർശിച്ചിട്ടുണ്ട്. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നുള്ള വരികൾ കൂടി വിധിപ്പകർപ്പിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ജഡ്ജി വിധി പറഞ്ഞിട്ടുള്ളത്. അതിനൊപ്പമാണ് ജഡ്ജി പറഞ്ഞത് കുഞ്ഞുങ്ങളോടുള്ള അമ്മയുടെ സ്നേഹം അനന്തമാണ്, എന്നാൽ നിർഭാഗ്യവശാൽ ചിലർ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കൂടി ഈ വിധിപ്പകർപ്പിൽ ജഡ്ജി എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെമിംഗ്വേയുടെ തീർച്ചയായും ഇതിന്റെ വിശദാംശങ്ങൾക്കൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആ ഒരു വരിയാണ് കോടതി ഈ ഘട്ടത്തിൽ വായിച്ചത്, അല്ലേ? തീർച്ചയായും ഈ വലിയ ചർച്ചയായ ഈ വരികൾ വിധി പറയുമ്പോൾ തന്നെ കോടതി മുറിക്കകത്ത് ജഡ്ജി വായിക്കുകയും ചെയ്തു. മാത്രമല്ല വിധി പകർപ്പിലും ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് കോട്ട് ചെയ്ത് തന്നെയാണ് ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതിനൊപ്പം ചേർത്താണ് ഈ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അനന്തമാണ് അമ്മമാർക്ക്, എന്നാൽ ചിലർ കുഞ്ഞുങ്ങളെ നിർഭാഗ്യവശാൽ കൊന്നുകളയുകയാണ് എന്നുള്ളതാണ് ജഡ്ജി കൂട്ടിച്ചേർത്തത്. അതോടൊപ്പം തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കുഞ്ഞുങ്ങളുടെ ശവമഞ്ചത്തിനാണ് ഭാര കൂടുതൽ എന്നുള്ള വരികളും ജഡ്ജി ഉദ്ധരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വിശദമായി തന്നെയാണ് ഈ ജഡ്ജി ഈ വിധി പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു. വളരെ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ഈ ശരണ്യ നടത്തിയത്. ശരണ്യയും ആ സമയത്ത് ഭർത്താവും തമ്മിൽ ചെറിയ അകന്ന് കഴിയുകയായിരുന്നു. പക്ഷേ ഈ കൃത്യം നടക്കുന്ന ദിവസം ഈ ശരണ്യയുടെ ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മറ്റു കാരണം പറഞ്ഞ്
ഈ കുഞ്ഞിന്റെ അച്ഛനൊപ്പം കിടന്നുറങ്ങിയായിരുന്ന കുഞ്ഞിനെയാണ് പുലർച്ചെ 3 മണിയോടുകൂടി ശരണ്യ എടുത്തുകൊണ്ടുപോയി കടലിൽ എറിഞ്ഞത്. അന്ന് പോലീസ് പറഞ്ഞത് ഈ ഭർത്താവിന്റെ ചുമലിൽ കെട്ടിവെക്കാനായിരുന്നു ശരണ്യയുടെ പദ്ധതി എന്നുള്ളതായിരുന്നു. അത് കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും പരമാവധി ശിക്ഷ നൽകണം എന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പക്ഷേ കോടതി വിശകലനം നടത്തി വിധിപ്പകർപ്പിൽ പറഞ്ഞത് ഇതിൽ അപൂർവമായി കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ മാത്രമല്ല ശരണ്യയുടെ പ്രായം, മുൻപ് കുറ്റകൃത്യങ്ങളുടെ ഹിസ്റ്ററി ഇല്ലാത്തത്, അതോടൊപ്പം തന്നെ വളരെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുടുംബം, സാമൂഹ്യ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കോടതി പരിഗണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ വിധിപ്പകർപ്പിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ ജീവപര്യന്തം ശിക്ഷ ഇപ്പോൾ ഈ പ്രതിക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ശിക്ഷ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ശിക്ഷ ഇത് വിശദമായി പരിശോധിച്ചതിന് ശേഷം മറ്റ് അപ്പീലിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ആലോചിക്കും എന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുള്ളത്. അജിം ഷാ. തീർച്ചയായും കണ്ണൂർ തയ്യിലിൽ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയ ശരണ്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷ, 1 ലക്ഷം രൂപ പിഴയും. ഒപ്പം കോടതിയുടെ നിരീക്ഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ വിഷയത്തിൽ അതിജീവതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വായിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ശവമഞ്ചത്തിനാണ് ഭാരം കൂടുതൽ എന്നതടക്കമുള്ള കവിവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മാതൃകാപരമായി തന്നെയാണ് ഈ വിധിക്കൊപ്പം കോടതി നിരീക്ഷണങ്ങൾ കൂടി മുമ്പോട്ട് വെച്ചത്. ആ അർത്ഥത്തിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് സന്തോഷ് എം ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.